നമസ്കാരം. ഇന്നത്തെ യാത്ര കോഴിക്കോടിലെ താമരശ്ശേരിക്കടുത്തുള്ള തുഷാരഗിരി കാണാനാണ്. തുഷാരഗിരി കാണാനെന്നാണ് പറഞ്ഞത്. തുഷാരഗിരി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാച്ചാല് തുഷാരഗിരിയിൽ വെള്ളം ഉണ്ടായില്ല. ഈ അടുത്ത ദിവസമാണ് തുഷാരഗിരി കാണാനായിട്ട് പോയത്. പൊതുവെ തുഷാരഗിരി ഒരു പ്രകൃതിലോല പ്രദേശമായിട്ടാണ് അറിയപ്പെടുന്നത്. വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ചേർന്നിട്ടുള്ളൊരു പ്രത്യേക ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു എക്കോ ടൂറിസം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത് കാണാനായിട്ട് ചെന്നത്. എൻ്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ സമയം തിരഞ്ഞെടുത്ത സമയം നന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാലും അതുവരെ എത്തിയത് കൊണ്ട് കാഴ്ചകളെല്ലാം കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ തുഷാരഗിരിയിൽ അകത്തോട്ട് കിടന്നു. എൻ്റെ കൂടെയുള്ള എൻ്റെ ബ്രദർ ഇൻ ലോ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആളാണ് മുമ്പിൽ കാര്യങ്ങളെല്ലാം നടത്തിയത്. ഓഫീസിൽ പോയാലും ടിക്കറ്റ് എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ് ചെയ്തത്. അപ്പം പൊതുവേ തന്നെ അഭിപ്രായം ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ മേളിൽ പോയിട്ട് കാര്യമില്ല, വെള്ളമൊന്നും അധികമില്ല, പക്ഷേ ഈ പുറമേയുള്ള കാഴ്ചകളെല്ലാം കാണാൻ നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ടിക്കറ്റ് നിരക്ക് പറയുകയാണെങ്കിൽ മുതിർന്നവർക്ക് 40 രൂപ, കുട്ടികൾക്ക് 20 രൂപ, വിദേശികൾക്ക് 100 രൂപ. ഇവിടം സന്ദർശിക്കാനെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. പാറയിൽ വഴുക്കലുള്ളത് കൊണ്ട് കുളിക്കാൻ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിർദ്ദിഷ്ട പാതകൾ തന്നെ യാത്ര ചെയ്യണം. സുരക്ഷാ വേലി മറികടക്കരുത്. വനത്തിൽ നിന്ന് യാതൊരു വസ്തുക്കളും ശേഖരിക്കരുത്. മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ സന്ദർശകർ അവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. അതുപോലെ സന്ദർശകരുടെ പേരും മേൽവിലാസവും ഓഫീസിൽ രേഖപ്പെടുത്തണം. ടിക്കറ്റ് എടുത്താലും വനനിയമങ്ങൾ ലംഘിച്ചാൽ ശിക്ഷിക്കപ്പെടും. അതുപോലെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 മണിക്ക് ശേഷം മുകളിലെ 2 വെള്ളച്ചാട്ടത്തിലേക്ക് 2ഉം 3ഉം വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനമില്ല. ഈ നിബന്ധനകളെല്ലാം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരുമാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് തുഷാരഗിരിയിലേക്ക് 50 കിലോമീറ്ററാണ്. പോകേണ്ടത് കോഴിക്കോട് നിന്ന് താമരശ്ശേരി, താമരശ്ശേരിയിൽ നിന്ന് കോടഞ്ചേരി, കോടഞ്ചേരിയിൽ നിന്ന് തുഷാരഗിരി. തുഷാരഗിരി റെക്കോർഡുകളിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ദുർബലമായ വനഭാഗങ്ങളിൽ ഒന്നായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുഷാരഗിരി പക്ഷി നിരീക്ഷകർക്കും മൃഗങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ല ഒരു ഡെസ്റ്റിനേഷനാണ്. കാര്യം ഇവിടെ ട്രെക്കിംഗ് ഒക്കെ അലൗഡാണ്. ആ ട്രെക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തുന്നുണ്ട്. ട്രെക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ ഈ മൺസൂണിനോടനുബന്ധിച്ചാണ് നടത്താറുള്ളത്. തുഷാരഗിരിയിലെ വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 വെള്ളച്ചാട്ടങ്ങളായിട്ടാണ് പറയുക. എരടുമുക്ക്, മഴവിൽച്ചാട്ടം, തുമ്പിതുള്ളുംപാറ. ഇത് കൂടാതെ ട്രെക്കിംഗ് വഴി മാത്രം കാണാൻ കഴിയുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. അതിന് തേൻപാറ വെള്ളച്ചാട്ടം എന്നാണ് പേരുള്ളത്. തുഷാരഗിരി എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആദ്യം കാണുന്ന വെള്ളച്ചാട്ടമാണ് ഇരടമുക്ക് വെള്ളച്ചാട്ടം. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗങ്ങളായി വെള്ളം വീഴുന്നതിനാലാണ് ഇതിനെ ഇരടമുക്ക് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതിന് മുകളിലായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് മഴവിൽച്ചാട്ടം എന്ന് പറയുന്നത്. സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം വെള്ളത്തിൽ തട്ടി ചിതറി മഴവില്ല് കാണുന്നത് കൊണ്ടാണ് ഇവിടെ മഴവിൽച്ചാട്ടം എന്ന് പറയുന്നത്. അത് ട്രെക്കിങ്ങിലൂടെയാണ് അവിടെ എത്തേണ്ടത്. മനോഹരമായിട്ടുള്ളൊരു പാതയാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് വെള്ളമില്ല, രണ്ടാമത് 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഫോറസ്റ്റിലെ ഓഫീസേഴ്സ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പോവാതിരിക്കുകയായിരുന്നു ചെയ്തത്. മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് തുമ്പിതുള്ളുംപാറ എന്നാണല്ലോ. തുമ്പിതുള്ളുംപാറ എന്ന് പേര് വരാനുള്ള കാരണം തുമ്പി ചിറകിട്ടടിച്ച് വെള്ളത്തിൽ നീങ്ങുന്നത് പോലെയാണ് അവിടുത്തെ വെള്ളത്തിൻ്റെ മൂവ്മെൻ്റ് എന്നുള്ളതും പാറയുടെ ഭംഗിയൊക്കെയാണ് ആ പേര് വരാനുള്ള കാരണം. ട്രെക്കിംഗ് ചെയ്യുന്ന ആളുകൾക്കായിട്ട് സമാന്തരമായിട്ടുള്ള പാതയിലൂടെ വെള്ളച്ചാട്ടത്തിനെ കാണാനുള്ളൊരു അവസരമുണ്ട്. അതുപോലെ വൃത്താകൃതിയിലുള്ള പാറയും അതിന് ചുറ്റിലും വീണൊഴുകുന്ന വെള്ളവും ഒക്കെ കാണാനായിട്ട് വളരെ ഭംഗിയാണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ കണ്ടിട്ടില്ലേ. ഈ 3 വെള്ളച്ചാട്ടവും കൂടാതെ 4മതൊരു വെള്ളച്ചാട്ടം കാടിനകത്തായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ പേരാണ് തേൻപാറ വെള്ളച്ചാട്ടം. തേൻപാറ വെള്ളച്ചാട്ടം എല്ലാവർക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നില്ല കാണണം എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദൂരം കാടിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ട് വേണം തേൻപാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. അതൊരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി ട്രെക്കിംഗ് പാതയിലൂടെ പോയിട്ട് വേണം കാണാൻ. ഏകദേശം 75 മീറ്റർ ഉയരത്തിൽ നിന്നാണ് അവിടെ വെള്ളം താഴേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടാനും ബുദ്ധിമുട്ടുണ്ട്. അതിന് പ്രത്യേക അനുമതി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക അനുമതിയും ട്രെക്കിങ്ങിനുള്ള പെർമിഷനും ഒക്കെ വാങ്ങിയിട്ട് വേണം അവിടെ ചെല്ലാൻ. വനപാലകരുടെ അഭിപ്രായപ്രകാരം മഴക്കാലത്താണ് തുഷാരഗിരി കാണാൻ ഏറ്റവും ഭംഗിയുള്ളത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകുന്ന സമയത്ത് ഇവിടെ വെള്ളച്ചാട്ടം അതിമനോഹരമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളും ഇവിടെ സംഭവിക്കുന്നത്. പാറയിലുള്ള വഴുക്കലുകളും ഈ വനപാലകരുടെ നിയമങ്ങൾ അനുസരിക്കാതെയൊക്കെ വരുന്നത് കൊണ്ടുള്ള അപകടങ്ങളും ഈ സമയത്താണ് ഉണ്ടാകുന്നത്. ഇതൊരു പ്രകൃതി ലോല പ്രദേശമാണ്. ഞാൻ ഈ തുഷാരഗിരിയിലേക്ക് വരുന്നത് പൊതുവെ വരണ്ട ഒരു കാലാവസ്ഥയുള്ള സമയത്താണ്. എങ്കിലും തന്നെ എനിക്ക് ഈ യാത്ര അത്ര മോശമായെന്ന് തോന്നിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പൊതുവെ ഭംഗിയുള്ള പ്രദേശങ്ങളും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല കുളിർമയുള്ള ഒരു പ്രദേശം. ഇത് കൂടാതെ 400 വർഷം പഴക്കമുള്ള താനി മുത്തശ്ശി എന്നുള്ളൊരു മരമുണ്ട് ഇവിടെ. 400 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക എത്ര അധികം കാലം നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മരമാണ്. ഇപ്പോഴും ജീവനോടെയുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ ഒരു മരത്തിൻ്റെ വലിപ്പം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഈ താന്യവൃക്ഷം അഥവാ താന്നിമരം എന്നൊക്കെ ഉള്ളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി. അപ്പോൾ ടെർമിനാലിയ ബലീറിക്ക എന്നുള്ള പേരിലാണ്, ശാസ്ത്രനാമത്തിലാണ് ഈ വൃക്ഷം അറിയപ്പെടുന്നത്. 400 വർഷം പഴക്കമുണ്ട് എന്നുള്ളതാണ് ഒരു അത്ഭുതം. ഇതിന് അകവശത്തിൽ ഒന്നും തന്നെ ഇല്ല. മരത്തിൻ്റെ അകവശം മുഴുവനായിട്ട് ദ്രവിച്ചു പോയിട്ടുള്ളതാണ്. പക്ഷേ അതിനകത്ത് 3 ആളുകളെ കൊള്ളാനുള്ള വലിപ്പമുണ്ട്. അതിനകത്ത് നിന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകാശമൊക്കെ കാണാൻ കഴിയും. അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ സർവൈവ് ചെയ്യുന്ന ഒരു മരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ 400 വർഷത്തെ പഴക്കമുള്ള മരം എന്നുള്ളതുകൊണ്ട് ഞാൻ ടെർമിനാലിയ ബലീറിക്കയെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. ആയുർവേദത്തിൽ ഇതിന് തണ്ണിമരം, തണ്ണിക്കായ് എന്നൊക്കെയാണ് പേരുള്ളത്. ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ ഉയരം വരുന്നത് 20 മുതൽ 30 മീറ്റർ ഉയരം വരെയാണ് വളരാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇലകളെല്ലാം പരന്ന് കായ്കളുള്ളതുമായിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ തൊലി കഷായത്തിലും ആയുർവേദത്തിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ത്രിഫലങ്ങൾ എന്നുള്ള ഒരു ഗണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങളുടെ കൂട്ടത്തിലാണ് ആയുർവേദത്തിൽ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശ രോഗങ്ങൾക്കും ദാഹം, അതുപോലെ പിത്തത്തിനും, അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ക്ഷയരോഗത്തിന്, പ്രമേഹത്തിന്, വയറിളക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഫലം ചെയ്യുമെന്നൊന്നും അറിയില്ല. എങ്കിൽ തന്നെയും ഇതൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ താനിമരം ദൂരെ നിന്ന് നോക്കുമ്പോൾ സാധാരണ മരത്തിൻ്റെ വലിപ്പമേ തോന്നിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പക്ഷേ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ താഴത്ത് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ വേരുകൾ തുടങ്ങി തടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദൂരത്തിലെത്തുമ്പോഴേക്കും ഒരാളെ അകത്ത് കയറ്റാനുള്ള വലിപ്പം അതിനുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു 3-4 പേർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററും ഒക്കെ ഇതിനകത്ത് കയറിയായിരുന്നു. ഇതിൻ്റെ അകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മേളിൽ ആകാശം കാണാൻ പറ്റും. ഉള്ളിൽ മരം ഒരു ബലമുള്ള മരമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെ ഇതിന് ജീവനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളെല്ലാം പച്ച ഇലകളും അതുപോലെ തന്നെ ഈ അരികിലുള്ള വൃക്ഷത്തണ്ടുകളൊക്കെ ഭംഗിയുള്ളതും ബലമുള്ളതൊക്കെ ആയിട്ടാണ് മനസ്സിലാവുന്നത്. ഇതിനകത്ത് കിടക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഒരു വാതിൽ തുറന്ന് അകത്ത് കിടക്കുന്നത് പോലെ കിടക്കാൻ കഴിയും. അത്ര വലിപ്പമുണ്ട് മരത്തിന്. താനിമരത്തിന് അഭിമുഖമായിട്ട് ഒരു ഇരിപ്പിടമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഇരിപ്പിടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുഴയിലെ കാഴ്ചകളും താനിമരത്തിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാൻ കഴിയും. ഈ ഏപ്രിൽ മെയ് മാസങ്ങളൊന്നും തുഷാരഗിരി കാണാൻ അത്ര നല്ല മാസങ്ങളൊന്നും അല്ലെങ്കിലും ഒരുപാട് സന്ദർശകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഈ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നുണ്ട്. ഞാൻ തുഷാരഗിരി കാണാൻ ഇനി ഒരിക്കൽ കൂടി വരുന്നുണ്ട്. അതെന്തായാലും ഒരു മഴക്കാലത്തായിരിക്കും. ആ സമയത്ത് വെള്ളച്ചാട്ടങ്ങളും മുകളിലുള്ള 2 വെള്ളച്ചാട്ടങ്ങളും കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും കാഴ്ചകളോടുകൂടി ഞാൻ തുഷാരഗിരിയിൽ നിന്ന് മടങ്ങി. ഈ മരത്തിനുള്ളിൽ നിന്ന് കയറി വരുന്നത് എൻ്റെ സിസ്റ്ററാണ് അമ്പു. ഇവളെ കൂടാതെ ഉണ്ണിക്കുട്ടനുണ്ട്. ഉണ്ണിക്കുട്ടനാണ് എന്നെ ഈ വീഡിയോ എടുക്കാനൊക്കെ സഹായിച്ചത്. ഉണ്ണിക്കുട്ടനും അമ്പുവും പ്രമോദേട്ടനും ഒക്കെ കോഴിക്കോട് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ തുഷാരഗിരി കാണാനായിട്ടുള്ള യാത്ര പുറപ്പെട്ടത്. തുഷാരഗിരിയിൽ വനം വകുപ്പിൻ്റെ ഒരു വനശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്കോ ഷോപ്പുണ്ട്. ഇക്കോ ഷോപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന വനവിഭവങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഉള്ളത്. വനം വകുപ്പ് തന്നെ നേരിട്ട് നടത്തുന്ന സ്ഥാപനമായതുകൊണ്ട് ഇതിൽ കലർപ്പുള്ളതോ മായമുള്ളതോ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. ഇത്രയും കാഴ്ചകളോടുകൂടി തുഷാരഗിരിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.